ജിത്തു ജോസഫും മോഹൻലാലും വീണ്ടും ഒന്നിക്കാൻ പോകുന്ന വാർത്തകൾ കേട്ട് നമ്മൾ അതിശയിച്ചിരിക്കുകയാണ്. ദൃശ്യം 3 എന്ന ചിത്രത്തിലേക്കാണ് മോഹൻലാലും ജിത്തു ജോസഫും വീണ്ടും ഒന്നിക്കാൻ പോകുന്നത്. അതിൻ്റെ ഷൂട്ടിംഗ് പ്രഖ്യാപനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. ഒക്ടോബറിൽ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ. എന്നാൽ മോഹൻലാലുമായി ഇത് മാത്രമല്ല മറ്റ് ചില സിനിമകൾ കൂടി ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട് ജിത്തു ജോസഫ് എന്ന വാർത്തകൾ നേരത്തെ തന്നെ സജീവമാണ്. അതിൽ വ്യത്യസ്തമായ പലതും പരീക്ഷിക്കാൻ ഉണ്ടാകുമല്ലോ. കാരണം ജിത്തു ജോസഫുമായി മോഹൻലാൽ ഒരേ ജോണറിലുള്ള ചിത്രങ്ങൾ ചെയ്യാൻ സാധ്യത കുറവാണ്. ഇതുവരെ വന്നിട്ടുള്ള ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ വന്ന സിനിമകളൊക്കെ വളരെ വ്യത്യസ്തമായ ജോണറുകളിൽ കഥ പറഞ്ഞ ചിത്രങ്ങളാണ്. ഇപ്പോഴിതാ അങ്ങനെ ചില ജോണർ പരീക്ഷണങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹമുണ്ടെന്ന് ജിത്തു ജോസഫ് തന്നെ പറഞ്ഞിരിക്കുകയാണ്. മോഹൻലാലുമായി വ്യത്യസ്തമായ സിനിമകൾ പരീക്ഷിച്ച ജിത്തു ജോസഫ് അദ്ദേഹം തന്നെ പരീക്ഷിച്ച ഒരു സിനിമ നമ്മുടെ മുന്നിൽ ഇതുവരെ എത്തിയിട്ടില്ല, റാം എന്ന ചിത്രം. ആ ചിത്രത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ചത് ഒരു റിയലിസ്റ്റിക് ആക്ഷൻ സിനിമ എന്ന രീതിയിലാണ്. അതിനൊപ്പം തന്നെ ഒരു ത്രില്ലർ ഫ്ലേവറും ആ ചിത്രത്തിൽ കാണുമല്ലോ. അപ്പോൾ ഇതിലും വ്യത്യസ്തമായൊരു സിനിമ ജിത്തു ജോസഫിൽ നിന്നും കിട്ടിയാലോ, അതും മോഹൻലാലിന്. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നതും. ത്രില്ലർ സിനിമകൾക്ക് മലയാളത്തിൽ പുതിയൊരു ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ച സംവിധായകനാണ് ജിത്തു ജോസഫ്. ആദ്യ ചിത്രമായ ഡിറ്റക്റ്റീവിലൂടെ അത് പ്രേക്ഷകർക്ക് വ്യക്തമാക്കിയതുമാണ്. ഇൻഡസ്ട്രിയുടെ ഗതിമാറ്റിയ ദൃശ്യം ഉൾപ്പെടെ ഒരുപിടി മികച്ച സിനിമകൾ അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചു. ദൃശ്യം 2 പാൻ ഇന്ത്യൻ ശ്രദ്ധ നേടാനും ജിത്തുവിന് സാധിച്ചു. ത്രില്ലറുകൾക്ക് പുറമെ കോമഡി, ഫാമിലി ജോണറുകൾ അദ്ദേഹം പരീക്ഷിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ ആഗ്രഹമുള്ള ജോണറിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ ജിത്തു ജോസഫ്. മാസ് മസാല ജോണറിൽ ഒരു സിനിമ ചെയ്യണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. മാസ് മസാല എന്ന് പറയുമ്പോൾ അത് മോഹൻലാലിന്റെ ഒരു തട്ടകം തന്നെയാണല്ലോ. കുറെ നാളെ മാസ് മസാല ഗണത്തിൽ വന്ന ഒരു മോഹൻലാലിനെ കണ്ടിട്ട് തന്നെ. അപ്പോൾ ജിത്തു ജോസഫ് അങ്ങനെ ഒന്ന് കൈവച്ചാലോ, അത് തന്നെയാണ് അദ്ദേഹം പറയുന്നതും. എനിക്കിനി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ജോണർ ഒരെണ്ണമുണ്ട്. മാസ് മസാല ജോണറിൽ ഒരു പടം ചെയ്യണമെന്ന് ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നു. അതായത് ലോജിക്കൊന്നും നോക്കാതെ ആദ്യ അവസാനം ആസ്വദിച്ച് അടിച്ചു പൊളിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഹെവി ആക്ഷനൊക്കെയുള്ള സിനിമയാണ് മനസ്സിൽ. അങ്ങനെ ഒരു സബ്ജക്റ്റ് കിട്ടിയാൽ ചെയ്യണമെന്നുണ്ട്. പക്ഷേ അതിലെ പ്രധാന പ്രശ്നം എന്തെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു സിനിമ ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത്. പ്രേക്ഷകർ അത് അംഗീകരിക്കില്ലെന്നാണ് അവരുടെ വാദം. എനിക്കതിൽ എന്ത് ചെയ്യാനാകും? അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സിനിമ ചെയ്യണമെന്നുമുണ്ട്. ഒരു ഹൊറർ സിനിമ ചെയ്താൽ കൊള്ളാമെന്നുമുണ്ട്. ഇതെല്ലാം പരീക്ഷിച്ച് നോക്കണമെന്ന് മനസ്സിലുണ്ട്. പക്ഷേ എന്നെ തേടി വരുന്ന സ്ക്രിപ്റ്റ് എല്ലാം ത്രില്ലറുകൾ മാത്രമാണ്. ഒന്നും ചെയ്യാനില്ല എന്നും ജിത്തു ജോസഫ് പറയുകയാണ്. പക്ഷേ ആഗ്രഹമുള്ള സ്ഥിതിക്ക് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ ചെയ്യണമെന്ന് പ്രേക്ഷകർ പോലും ഇപ്പോൾ പറയുന്നുണ്ട്. കാരണം അദ്ദേഹം കൈവച്ച ജോണറുകളൊക്കെ ഗംഭീര സൃഷ്ടികൾ തന്നിട്ടുണ്ട്. കോമഡി സിനിമകൾക്കും ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചിട്ടുണ്ട് ജിത്തു ജോസഫ്. അതുപോലെ തന്നെ ത്രില്ലറും ഫാമിലി സബ്ജക്റ്റും ഒക്കെ അദ്ദേഹം ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ഇനി റാം ഇറങ്ങിയാലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ അദ്ദേഹത്തിന്റെ മറ്റൊരു ജോണർ എങ്ങനെയാണെന്ന്. എന്നിരുന്നാലും ഒരു പക്കാ മാസ് മസാല ആക്ഷൻ സിനിമ ഒരുക്കണമെന്ന് നമ്മൾ പോലും ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു മോഹൻലാൽ സിനിമയാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. അങ്ങനെയൊന്ന് വരട്ടെ.